ഹലോ ആൻഡ് വെൽക്കം ടു ഡേ 13 ഓഫ് ദ ചലഞ്ച്. ഇത്രയും ദിവസത്തെ ചലഞ്ച് എല്ലാവരും കൂടെ ചെയ്യേണ്ടതെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്നത്തെ ചലഞ്ച് എന്താണെന്ന് നോക്കാം. ഇന്ന് നമ്മൾ ഒരു ഫ്രിഡ്ജ് റിപ്പയർ ചെയ്യുന്ന കടയിലേക്ക് വിളിച്ച് പറയാണ് നമ്മുടെ ഫ്രിഡ്ജ് വർക്ക് ചെയ്യണില്ല എന്ന്. അപ്പോൾ ഫ്രിഡ്ജ് റിപ്പയർ ചെയ്യുന്ന കടയിൽ വിളിച്ചിട്ട് നിങ്ങൾ പറയുന്ന കോൺവെർസേഷൻസ് ആണ് ഇന്ന് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇന്ന് എൻ്റെ കോൺവെർസേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ കടയിൽ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ കടയുടെ പേര് തൽക്കാലം നമുക്ക് രാജാസ് ഇലക്ട്രോണിക്സ് അങ്ങനെ വയ്ക്കാം. അപ്പോൾ അതിൻ്റെ ഓണറിൻ്റെ പേര് രാജ. അപ്പോൾ ഞാൻ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഹലോ, ഇസ് ഇറ്റ് രാജാസ് ഇലക്ട്രോണിക്സ്? ഇത് രാജാസ് ഇലക്ട്രോണിക്സ് ആണോ? അങ്ങനെയാണ് ചോദിക്കുന്നത്. ഇസ് ഇറ്റ് രാജാസ് ഇലക്ട്രോണിക്സ്? അപ്പോൾ അവിടുന്ന് ഫോൺ എടുത്തിട്ട് എന്താ പറയുക? യെസ്, ഹൗ മേ ഐ ഹെൽപ്പ് യു? നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മൾ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചോദിക്കുക, എങ്ങനെയാണ് ഞാൻ നിങ്ങളെ സഹായിക്കുക? ഹൗ മേ ഐ ഹെൽപ്പ് യു? അപ്പോൾ ഞാൻ ആദ്യം വിളിച്ചിട്ട് എൻ്റെ പേരാണ് പറയാം. ഹലോ, ഐ എം വിനി. മൈ ഫ്രിഡ്ജ് ഇസ് നോട്ട് വർക്കിംഗ്. എൻ്റെ ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നില്ല. മൈ ഫ്രിഡ്ജ് ഇസ് നോട്ട് വർക്കിംഗ് ആൻഡ് ഐ ഹവ് ഓൾറെഡി കംപ്ലൈൻഡ് അബൌട്ട് ദിസ്. ഞാൻ ഇതിനെക്കുറിച്ച് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ ഹാവ് ഓൾറെഡി കംപ്ലയിൻഡ് അബൌട്ട് ദിസ് ആൻഡ് ആസ്ക്ഡ് ഫോർ എ ടെക്നീഷ്യൻ ഫോർ റിപ്പയറിംഗ് ഇറ്റ്. എന്നിട്ടൊരു ടെക്നീഷ്യനെ വേണം ഇത് റിപ്പയർ ചെയ്യാൻ, ഫ്രിഡ്ജ് റിപ്പയർ ചെയ്യാമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മൈ ഫ്രിഡ്ജ് ഇസ് നോട്ട് വർക്കിംഗ് ആൻഡ് ഐ ഹവ് ഓൾറെഡി കംപ്ലയിൻഡ് അബൌട്ട് ഇറ്റ് ആൻഡ് ആസ്ക്ഡ് ഫോർ എ ടെക്നീഷ്യൻ ഫോർ റിപ്പയറിംഗ് ഇറ്റ്. അപ്പോൾ കടയിലത്തെ ആളെന്താ പറയണത്? കടയിലത്തെ ആളുടെ പേര് രാജ എന്ന് വെച്ചു. അപ്പോൾ രാജ എന്താ പറയണത്? ഓ യെസ്, ഐ റിമെമ്പർ. ഞാൻ ഓർക്കുന്നുണ്ട്, നിങ്ങൾ വിളിച്ചിരുന്നല്ലോ. ഞാൻ ഓർക്കുന്നുണ്ട്. എങ്ങനെ പറയാ? ഓ യെസ്, ഐ റിമെമ്പർ എന്ന് പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ശനിയാഴ്ച തന്നെ ഒരാളെ അയച്ചതായിരുന്നല്ലോ. അതെങ്ങനെ പറയാം? വി ഹാഡ് ഓൾറെഡി സെൻഡ് സമ്മൺ ലാസ്റ്റ് സാറ്റർഡേ. കഴിഞ്ഞ ശനിയാഴ്ച, ലാസ്റ്റ് സാറ്റർഡേ എന്താ ചെയ്തത്? വി ഹാഡ് ഓൾറെഡി സെൻഡ് സമ്മൺ. നമ്മൾ ഓൾറെഡി ചെയ്ത കാര്യങ്ങൾ, ഇത് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടല്ലോ, അങ്ങനെ പറയാം. വി ഹാഡ് ഓൾറെഡി സെൻഡ് സമ്മൺ ലാസ്റ്റ് സാറ്റർഡേ. അപ്പോൾ ഞാൻ എന്താ പറയണേ? ശരിയാണ്, ഒരു ടെക്നീഷ്യൻ വന്നിരുന്നു, പക്ഷേ എന്നാലും ഫ്രിഡ്ജ് വർക്ക് ചെയ്യണില്ല. യെസ്, എ ടെക്നീഷ്യൻ ഹാഡ് കം ഹിയർ ബട്ട് സ്റ്റിൽ ദ ഫ്രിഡ്ജ് ഇസ് നോട്ട് വർക്കിംഗ്. ഒരു ടെക്നീഷ്യൻ വന്നിരുന്നു, എന്നാലും ഫ്രിഡ്ജ് ഇപ്പോഴും വർക്ക് ചെയ്യണില്ല. കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും നിങ്ങൾ അയക്കുമോ? അങ്ങനെ പറയാം. ക്യാൻ യു സെൻഡ് സമ്മൺ ഹു ഇസ് മോർ എക്സ്പീരിയൻസ്ഡ് അറ്റ് ദിസ്? എക്സ്പീരിയൻസ്ഡ് അറ്റ് ദിസ്, ഇത് ഈ ഫ്രേസ് പഠിച്ചു വെക്കണം. എക്സ്പീരിയൻസ്ഡ് അറ്റ് സംതിങ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണെങ്കിൽ വി ആർ എക്സ്പീരിയൻസ്ഡ് അറ്റ് ആ സാധനം. ഇപ്പോൾ ഐ എം എക്സ്പീരിയൻസ്ഡ് അറ്റ് ഗാർഡനിങ്. ഞാൻ ഗാർഡനിങ്ങിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സെൻസ് എങ്ങനെയാണ്? ക്യാൻ യു സെൻഡ് സമ്മൺ ഹു ഇസ് മോർ എക്സ്പീരിയൻസ്ഡ് അറ്റ് ദിസ് എന്ന് വെച്ചാൽ ഈ ഫ്രിഡ്ജ് റിപ്പയർ ചെയ്യുന്ന പരിപാടിയിൽ, അതാണ് ദിസ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്യാൻ യു സെൻഡ് സമ്മൺ ഹു ഇസ് മോർ എക്സ്പീരിയൻസ്ഡ് അറ്റ് ദിസ്. അപ്പോൾ ആ കടയിലത്തെ ആൾ രാജ എന്താ പറയണത്? ഞങ്ങളുടെ എല്ലാ ടെക്നീഷ്യൻസും എക്സ്പേർട്സ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ആളെ അയക്കാന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും. ഓൾറെഡി നമ്മുടെ എല്ലാ ടെക്നീഷ്യൻസും എക്സ്പേർട്സ് ആണ്, കടക്കാരൻ വിട്ടുകൊടുക്കില്ലല്ലോ. അപ്പോൾ അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? ഓൾ അവർ ടെക്നീഷ്യൻസ് ആർ എക്സ്പേർട്സ്. ഓൾ അവർ ടെക്നീഷ്യൻസ് ആർ എക്സ്പേർട്സ്. ഞങ്ങളുടെ എല്ലാ ടെക്നീഷ്യൻസും എക്സ്പേർട്സ് ആണ്. വി ഹാഡ് സെൻഡ് യു വൺ ഓഫ് അവർ ബെസ്റ്റ് ടെക്നീഷ്യൻസ്. ഞങ്ങളുടെ ഏറ്റവും നല്ല ടെക്നീഷ്യൻസിൽ ഒരാളെ. ഇപ്പോൾ വൺ ഓഫ് ആർ ബെസ്റ്റ്, ഇതൊന്ന് പഠിച്ചു വെക്കുക. വി ഹാഡ് ഓൾറെഡി സെൻഡ് യു വൺ ഓഫ് ആർ ബെസ്റ്റ് ടെക്നീഷ്യൻസ്. ഈ സെൻറ്റൻസുകളൊക്കെ പാസ്റ്റ് ടെൻസിലാണ്, ഇപ്പോൾ ഓൾറെഡി നടന്ന കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് നമ്മൾ പാസ്റ്റ് ടെൻസ് വെച്ചാണ് പറയുന്നത്. വി ഹാഡ് ഓൾറെഡി സെൻഡ് യു വൺ ഓഫ് ആർ ബെസ്റ്റ് ടെക്നീഷ്യൻസ്. അപ്പോൾ ഞാൻ പറയണത് അതൊന്നും എനിക്കറിയില്ല, പക്ഷേ എൻ്റെ ഫ്രിഡ്ജ് വർക്ക് ചെയ്യണില്ല. നമ്മളങ്ങനെയല്ലേ പറയാം, നിങ്ങളുടെ ടെക്നീഷ്യൻസ് എല്ലാവരും നല്ലവരാണെന്നോ എക്സ്പേർട്സ് ആണെന്നോ ഇതൊന്നും വലിയ കാര്യമില്ല. എനിക്കതൊന്നും അറിയില്ല, എൻ്റെ ഫ്രിഡ്ജ് വർക്ക് ചെയ്യണില്ല. അതെങ്ങനെ പറയും? ഐ ഡോണ്ട് നോ അബൌട്ട് ദാറ്റ് ബട്ട് മൈ ഫ്രിഡ്ജ് ഇസ് നോട്ട് വർക്കിംഗ്. എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഐ ഡോണ്ട് നോ അബൌട്ട് ദാറ്റ് ബട്ട് മൈ ഫ്രിഡ്ജ് ഇസ് നോട്ട് വർക്കിംഗ്. നമ്മൾ ഏതെങ്കിലും സെൻറ്റൻസ് പറയുമ്പോൾ ഇങ്ങനെയാണ്, പക്ഷേ ആ പക്ഷേ കഴിഞ്ഞ് വരുന്ന കാര്യമായിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇവിടെ ആ പക്ഷേ എന്ന് പറഞ്ഞാൽ ബട്ട്. ഐ ഡോണ്ട് നോ അബൌട്ട് ദാറ്റ് ബട്ട് മൈ ഫ്രിഡ്ജ് ഇസ് സ്റ്റിൽ നോട്ട് വർക്കിംഗ്. ഇപ്പോഴും മൈ ഫ്രിഡ്ജ് ഇസ് സ്റ്റിൽ നോട്ട് വർക്കിംഗ്. ഇപ്പോഴും എൻ്റെ ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ രാജു ചോദിക്കുകയാണ്, ഈ നന്നാക്കിയ ശേഷം ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നോ? അങ്ങനെ ചോദിക്കുക. വാസ് ഇറ്റ് വർക്കിംഗ് ആഫ്റ്റർ ഹി റിപ്പയർഡ് ഇറ്റ്? അയാൾ റിപ്പയർ ചെയ്ത ശേഷം ഈ ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നോ? വാസ് ഇറ്റ് വർക്കിംഗ് ആഫ്റ്റർ ഹി റിപ്പയർഡ് ഇറ്റ്? അപ്പം ഞാൻ പറയാണ്, ആൾ റിപ്പയർ ചെയ്ത ശേഷം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ ആ ദിവസം വൈകുന്നേരം മുതൽ പിന്നെ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എങ്ങനെ പറയൂത്? യെസ്, ഇറ്റ് സ്റ്റോപ്ഡ് വർക്കിംഗ് ലേറ്റർ ദാറ്റ് ഈവനിങ്. വൈകുന്നേരം ആയപ്പോഴേക്കും വർക്ക് ചെയ്യണില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് സ്റ്റോപ്ഡ് വർക്കിംഗ് ലേറ്റർ ദാറ്റ് ഈവനിങ്. അപ്പോൾ രാജു പറയാണ്, എന്നാൽ പിന്നെ ഇതൊരു പുതിയ പ്രശ്നമായിരിക്കും ഫ്രിഡ്ജിൻ്റെ. അങ്ങനെ പറയാം. മേ ബി ഇറ്റ്സ് എ ന്യൂ ഇഷ്യൂ. മേ ബി, ഈ മേ ബി എന്ന് പറയുന്ന ആ പ്രയോഗം അത് പഠിച്ചു വെക്കണം. കാരണം നമുക്ക് ഇങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ പറയണമെങ്കിൽ മേ ബി എന്ന് പറഞ്ഞിട്ട് ആ സംഭവം പറയാം. മേ ബി ഇറ്റ്സ് എ ന്യൂ ഇഷ്യൂ. ചിലപ്പോൾ അതൊരു പുതിയ പ്രശ്നമായിരിക്കാം.
അപ്പോൾ ചിലപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ പറയില്ലേ, അങ്ങനെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ ഉപയോഗിക്കാവുന്ന ഫ്രേസാണ് മേ ബി. മേ ബി ഇറ്റ്സ് എ ന്യൂ ഇഷ്യൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ പുതിയൊരാളെ അയക്കാം നാളെ. ഐ ക്യാൻ സെൻഡ് സമ്മൺ ടുമോറോ. ഐ ക്യാൻ സെൻഡ് സമ്മൺ ടുമോറോ. അപ്പോൾ നാളെ അയക്കാമെന്നാണ് നമ്മുടെ രാജ പറയണത്. അപ്പോൾ ഞാൻ പറയാണ്, നാളെ ആകുമ്പോഴേക്കും അത് ലേറ്റ് ആവും, എനിക്ക് ഈ ഫ്രിഡ്ജില്ലാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇന്ന് തന്നെ ആരെങ്കിലും അയക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് രാജ എടുത്ത് പറയണം. എങ്ങനെ പറയും? അപ്പോൾ ആള് നാളെ അയക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയാണ് ദാറ്റ്സ് ടു ലേറ്റ്. ദാറ്റ്സ് ടു ലേറ്റ്. ദാറ്റ് ഇസ് ടു ലേറ്റ്. അതിൻ്റെ ഷോർട്ടാണ് ദാറ്റ്സ് ടു ലേറ്റ്. എനിക്ക് ഫ്രിഡ്ജില്ലാണ്ട് ഭയങ്കര കഷ്ടപ്പാടാണ്. അതെങ്ങനെ പറയും? ഇത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു ഫ്രേസാണ്. വി ആർ ഹാവിങ് എ ടഫ് ടൈം വിത്തൗട്ട് എ ഫ്രിഡ്ജ്. ഹാവിങ് എ ടഫ് ടൈം എന്ന് വെച്ചാൽ ഇറ്റ്സ് ഡിഫിക്കൾട്ട് നമ്മൾ പറയില്ലേ, അങ്ങനെ പറയണത് കുറച്ചുകൂടെ ഒരു വ്യത്യസ്തമായിട്ട് പറയണമെങ്കിൽ വി ആർ ഹാവിങ് എ ടഫ് ടൈം എന്ന് പറയും. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട്, ഇപ്പോൾ കോവിഡ് ലോക്ക്ഡൗൺ ആണ്, സോ വി ആർ ഹാവിങ് എ ടഫ് ടൈം. അല്ലെങ്കിൽ കടകൾ തുറക്കുന്നില്ല, സോ ഐ എം ഹാവിങ് എ ടഫ് ടൈം. സോ ഹാവിങ് എ ടഫ് ടൈം, ഈ ഫ്രേസ് നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. വി ആർ ഹാവിങ് എ ടഫ് ടൈം വിത്തൗട്ട് ദ ഫ്രിഡ്ജ്. ഇന്ന് തന്നെ ആരെങ്കിലും അയക്കൂട്ടോ. എങ്ങനെ പറയും? കൈൻഡ്ലി സെൻഡ് സമ്മൺ ടുഡേ ഇറ്റ് സെൽഫ്. അപ്പോഴേക്ക് ആ ടോണൊക്കെ മാറി, ഒന്ന് അയക്കൂ, ഒന്ന് റിക്വസ്റ്റ് ആയി. അപ്പോഴാണ് നമ്മൾ കൈൻഡ്ലി എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കണം. കൈൻഡ്ലി സെൻഡ് സമ്മൺ ടുഡേ ഇറ്റ് സെൽഫ്. ഇന്ന് തന്നെ ആരെങ്കിലും അയക്കൂ. അപ്പോൾ നമ്മുടെ രാജ പറയാണ്, എൻ്റെ എല്ലാ ടെക്നീഷ്യൻസും ഇന്നിപ്പോൾ വേറെ ഓരോ കാര്യങ്ങളായിട്ട് ബിസിയാണ്, ഇന്ന് വൈകുന്നേരത്തോടെ ആരെങ്കിലും അയക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ, പക്ഷെ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് രാജ പറയുന്നത്. ഇത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഓൾ അവർ ടെക്നീഷ്യൻസ് ആർ ബിസി വിത്ത് അതർ കോൾസ്. അതർ കോൾസ് എന്ന് വെച്ചാൽ വേറെ ആരെങ്ങളുടെയും പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനാണ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഫോണിൽ ബിസി ആണെന്നല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓൾ അവർ ടെക്നീഷ്യൻസ് ആർ ബിസി വിത്ത് അതർ കോൾസ്. ഓൾ അവർ ടെക്നീഷ്യൻസ് ആർ ബിസി വിത്ത് അതർ കോൾസ്. ലെറ്റ് മീ സീ ഇഫ് ഐ കൻ അറേഞ്ച് സമ്മൺ ലേറ്റർ ടുഡേ. ഇന്ന് വൈകുന്നേരം, ലേറ്റർ ടുഡേ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും. അപ്പോൾ ലെറ്റ് മീ സീ, ഞാൻ നോക്കട്ടെ, ലെറ്റ് മീ സീ ഇഫ് ഐ ക്യാൻ അറേഞ്ച് സമ്മൺ ലേറ്റർ ടുഡേ. പക്ഷെ എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. അതെങ്ങനെ പറയും? ബട്ട് ഐ കാൺട്ട് ഗ്യാരണ്ടി ഇറ്റ്. ബട്ട് ഐ കാൺട്ട് ഗ്യാരണ്ടി ഇറ്റ്. എനിക്കത് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല, എനിക്കത് ഉറപ്പ് പറയാൻ പറ്റില്ല. ബട്ട് ഐ കാൺട്ട് ഗ്യാരണ്ടി ഇറ്റ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ പറയാണ് ദാറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ. അങ്ങനെ അയച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര സഹായമാവും. ദാറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ. അപ്പോൾ എൻ്റെ ഒരു വേറെ സംശയം, ഞാനിനി ഈ വരുന്ന ടെക്നീഷ്യനും കാശ് കൊടുക്കേണ്ടി വരുമോ? എന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ ഒരാൾക്ക് കാശ് കൊടുത്തിട്ടുണ്ട്, ഇനി ഇയാൾക്ക് വീണ്ടും കാശ് കൊടുക്കേണ്ടി വരുമോ? അപ്പോൾ ഇതെങ്ങനെ ചോദിക്കുക? ഡു ഐ നീഡ് ടു പേ എനിത്തിങ് ഫോർ ദ സർവീസ്? ഡു ഐ നീഡ് ടു പേ എനിത്തിങ് ഫോർ ദ സർവീസ് സിൻസ് ഐ ഹാഡ് ഓൾറെഡി പെയ്ഡ് ഫോർ ഇറ്റ് ദ ലാസ്റ്റ് ടൈം. സിൻസ്, കാരണം പറയാണ്, സിൻസ് ഐ ഹാഡ് ഓൾറെഡി പെയ്ഡ് ഫോർ ഇറ്റ് ദ ലാസ്റ്റ് ടൈം. കഴിഞ്ഞ തവണ ഞാൻ ഓൾറെഡി കാശ് കൊടുത്തതാണ്, എന്നിട്ടും ഫ്രിഡ്ജ് ശരിയായില്ല, അപ്പോൾ ഞാൻ ഇനിയും പേ ചെയ്യേണ്ട വരുമോ എന്ന് ചോദിക്കാം. ഡു ഐ നീഡ് ടു പേ എനിത്തിങ് ഫോർ ദ സർവീസ് സിൻസ് ഐ ഹാഡ് ഓൾറെഡി പെയ്ഡ് ഫോർ ഇറ്റ് ദ ലാസ്റ്റ് ടൈം. അപ്പോൾ നമ്മുടെ രാജ ഒരു നല്ല മനുഷ്യനാണ്, നമ്മുടെ ഷോപ്പ് കീപ്പർ. അപ്പോൾ ആൾ പറയാണ്, ആദ്യം ഈ ടെക്നീഷ്യൻ വന്നിട്ട് പ്രശ്നം എന്താണെന്നൊന്ന് പഠിക്കട്ടെ. ഇത് കഴിഞ്ഞ തവണത്തെ അതേ പ്രശ്നമാണെങ്കിൽ നിങ്ങളൊന്നും കാശൊന്നും അടയ്ക്കണ്ട, പക്ഷെ ഒരു പുതിയ പ്രശ്നമാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ബില്ല് അയച്ചു തരാം. ലെറ്റ് ദ ടെക്നീഷ്യൻ ചെക്ക് ദ ഇഷ്യൂ ഫസ്റ്റ്. നമ്മുടെ ടെക്നീഷ്യൻ വന്നിട്ട് ആദ്യം എന്താ പ്രശ്നം എന്നൊന്ന് നോക്കട്ടെ. ലെറ്റ് ദ ടെക്നീഷ്യൻ ചെക്ക് ദ ഇഷ്യൂ ഫസ്റ്റ്. ഇഫ് ഇറ്റ് ദ സെയിം ആസ് ദ പ്രീവിയസ് വൺ യു നീഡ് ഇൻ പേ. ഇഫ് ഇറ്റ് ഈസ് ദ സെയിം ആസ് ദ പ്രീവിയസ് വൺ എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണത്തെ അതേ ഇഷ്യൂ ആണെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് ദ സെയിം ആസ് ദ പ്രീവിയസ് വൺ യു നീഡ് നോട്ട് പേ. നിങ്ങൾ പേ ചെയ്യേണ്ട കാര്യമില്ല. യു നീഡ് നോട്ട് പേ. അതർവൈസ് ഐ സെൻഡ് യു എൻ ഇൻവോയ്സ്. ഇൻവോയ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബില്ല്. അതർവൈസ്, അങ്ങനെ അല്ലെങ്കിൽ ഐ വിൽ സെൻഡ് യു എൻ ഇൻവോയ്സ്. അപ്പോൾ ഫ്യൂച്ചറിലാണ് പറയുന്നത്, ഐ വിൽ. ഫ്യൂച്ചർ ടെൻസിൽ പറയാണ് ഐ വിൽ സെൻഡ് യു എൻ ഇൻവോയ്സ്. എന്നിട്ട് പറയാണ് ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗം റീപ്ലേസ് ചെയ്യേണ്ടി വരും. അങ്ങനെ പറയാം, സംടൈംസ് സം പാർട്ട് നീഡ്സ് ടു ബി റീപ്ലേസ്ഡ്. ഏതെങ്കിലും ഒരു പാർട്ട് റീപ്ലേസ് ചെയ്യേണ്ടി വരും. Sometimes some part needs to be replaced. In that case, you will have to bear the cost of that part as well. In that case, you will need to bear the cost of the part as well. ഇത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് സെൻറ്റൻസ് ആണ്. bear the cost എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചെലവ് വഹിക്കുക. bear the cost ഇതൊരു ഫ്രേസായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. bear the cost എന്ന് വെച്ചാൽ ചെലവ് വഹിക്കുക. അപ്പോൾ ആരാണ് ഈ ചെലവ് വഹിക്കേണ്ടത്? നിങ്ങൾ. you will have to bear the cost. എപ്പോഴ്? പാർട്സ് വല്ലതും റീപ്ലേസ് ചെയ്യണമെങ്കിൽ, ഇൻ ദാറ്റ് കേസ് യു വിൽ ഹാവ് ടു ബെയർ ദ കോസ്റ്റ്. യു വിൽ ഹാവ് ടു ബെയർ ദ കോസ്റ്റ് ഓഫ് ദ പാർട്ട് ആസ് വെൽ. അതും കൂടെ എന്ന് വെച്ചാൽ ടെക്നീഷ്യൻ്റെ ഒരു കാശുണ്ട്, അതിൻ്റെ ഒപ്പം ഈ സ്പെയർ പാർട്ടിൻ്റെ കാശും നിങ്ങൾ ബെയർ ചെയ്യേണ്ടി വരും. ഇൻ ദാറ്റ് കേസ് യു വിൽ ഹാവ് ടു ബെയർ ദ കോസ്റ്റ് ഓഫ് ദ സ്പെയർ പാർട്ട് ആസ് വെൽ. അപ്പം ഞാൻ പറയാണ്, അതൊന്നും കുഴപ്പമില്ല, ദാറ്റ് ഈസ് ഓക്കെ, ദാറ്റ്സ് ഓക്കെ. ഐ ഹോപ്പ് യു സെൻഡ് സമ്മൺ ടുഡേ ഇറ്റ് സെൽഫ്.
ഐ ഹോപ്പ് യു സെൻഡ് സമ്മൺ ടുഡേ ഇറ്റ് സെൽഫ്. നിങ്ങൾ ഇന്ന് തന്നെ ആരെങ്കിലും അയക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഐ ഹോപ്പ് യു സെൻഡ് സമ്മൺ ടുഡേ ഇറ്റ് സെൽഫ്. അത് ഒന്നുകൂടെ നമ്മൾ ഇങ്ങനെ ആയിരിക്കും, ഇന്ന് തന്നെ അയക്കണേ എന്ന് പറയുന്നത് വേറൊരു രീതിയിലൊന്ന് പറയുന്നതാണ് ഐ ഹോപ്പ്, ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അയാളോട് പറയാണ് ഞാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ഐ ഹോപ്പ് യു സെൻഡ് സമ്മൺ ടുഡേ ഇറ്റ് സെൽഫ്. അപ്പോൾ നമ്മുടെ കടക്കാരൻ രാജ പറയാണ് ഓക്കെ ഐ ട്രൈ, ഞാൻ ശ്രമിക്കാം, ഓക്കെ ഐ ട്രൈ. അപ്പോൾ ഞാൻ പറയാണ് താങ്ക് യു, എന്നിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ കോൺവെർസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ഓരോ കോൺവെർസേഷനിൽ പഠിക്കുന്നുണ്ട്. ചെറിയ ഫ്രേസസ്, ചില കാര്യങ്ങൾ എങ്ങനെ യൂസ് ചെയ്യുക, എങ്ങനെ പറയുക. നിങ്ങൾ ഈ ഫ്രേസസ് ഒക്കെ കേൾക്കുമ്പോൾ, ഈ കോൺവെർസേഷൻസ് കേൾക്കുമ്പോൾ ഈ ഫ്രേസസ് ഒക്കെ നിങ്ങൾക്ക് നന്നായി ബൈ ഹാർട്ടായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അവസരമൊക്കെ വരുമ്പോൾ കുറേ ഫ്രേസസ് നിങ്ങൾ ഉപയോഗിക്കും. ഹലോ, ഇസ് ഇറ്റ് രാജാസ് ഇലക്ട്രോണിക്സ്? യെസ്, ഹൗ മേ ഐ ഹെൽപ്പ് യു? I'm Vinny. My fridge is not working and I've already complained about this and asked for a technician for repairing it. Oh yes, I remember. We had already sent someone last Saturday. Yes, a technician had come here, but the fridge is still not working. Can you send someone who is more experienced at this? All our technicians are experts. We had sent you one of our best technicians. I don't know about that, but my fridge is still not working. Was it working after he repaired it? Yes, it stopped working later that evening. Maybe it's a new issue. I can send someone tomorrow. That's too late. We are having a tough time without the fridge. Kindly send someone today itself. All our technicians are busy with other calls. Let me see if I can arrange someone later today. But I can't guarantee it. That would be really helpful. Do I need to pay anything for the service since I'd already paid for it the last time? Let the technician check the issue first. If it's the same as the previous one, you needn't pay. Otherwise, I will send you an invoice. Also, sometimes some part needs to be replaced. In that case, you will have to bear the cost of the part as well. That's okay. I hope you send someone today itself. Okay, I'll try. Thank you. അപ്പോൾ എല്ലാവർക്കും ഈ കോൺവെർസേഷൻ ഇഷ്ടമായെന്ന് വിചാരിക്കണോ? അടുത്ത ദിവസം അടുത്ത ചലഞ്ചുമായി കാണാം. അതുവരേക്കും ബൈ ബൈ.